ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. ആരതി അങ്ങനെ രാധികയോട് പറയുവാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റെന്ന് നിനക്ക് മനസ്സിൽപ്പെട്ടാൽ അത് തെറ്റാണെന്ന് തന്നെ നീ ഉറക്ക വിളിച്ച് പറയണം. അങ്ങനെ പറയുമ്പോൾ ആരുടെ മുഖം നീ നോക്കരുത്, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ? അത് കേട്ട് രാധിക പുഞ്ചിരിച്ചോണ്ട് പറയുക, മേഡം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ചും മേഡം കോടതിയിൽ വാദിച്ച ആ രീതികളൊക്കെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ധൈര്യം കൂടിയെന്ന് തോന്നുന്നു. ആദ്യം ഉണ്ടല്ലോ, ഈ മേഡം എന്നുള്ള വിളി നമുക്ക് എന്നേക്കുമായിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ആരതി ചേച്ചി അങ്ങനെ വിളിച്ചാൽ മതി. എന്താ അങ്ങനെ വിളിക്കാൻ പറ്റില്ലേ? അങ്ങനെ രാധിക ആരതി ചേച്ചി എന്ന് വിളിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ചേച്ചി എന്ന് വിളിക്കാൻ ആ സ്ഥാനത്തൊരാളില്ല, പക്ഷേ ഇപ്പം ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് കേസ് തീരുമ്പോൾ ചേച്ചി അങ്ങ് പോവില്ലേ? ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ഞാൻ രാധികയെ വിട്ടു പോവില്ല. അങ്ങനെ വിട്ടുപോകാൻ പറ്റാത്തൊരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. അതെന്ത് ബന്ധമാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ആരതി പറയാം, അതൊക്കെ ഉണ്ടോ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. എനിക്കിപ്പോൾ ഒന്ന് കറങ്ങാൻ പറ്റിയൊരു മൂടാ. ഇവിടെ അടുത്ത് എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ? ഉടനെ രാധിക പറയുന്നു, ഇവിടെ അടുത്ത് നെല്ലിമലയുണ്ട്. നെല്ലിമലയുടെ മുകളിൽ കയറി നിന്നാലേ നല്ല രസമാണ് കാണാൻ. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ അങ്ങ് പോയാലോ? അപ്പോൾ രാധിക പറയാം, കുറച്ച് ബുദ്ധിമുട്ടാ, മുകളിലോട്ടൊക്കെ കയറണം. അത് കേട്ടിട്ട് ആരതി പറയാം, ഈസിയായിട്ട് കയറുന്ന കാര്യമാണെങ്കിൽ അതിനകത്തൊന്നും എനിക്കൊരു താല്പര്യമില്ല മോളെ. റിസ്ക് എടുക്കണം. കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ആ സ്ഥലത്ത് പോകുമ്പോഴേ ആ സ്ഥലത്തിനൊരു മൂല്യം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ നമുക്ക് വിട്ടാൽ പോകാം. അപ്പോൾ ആരതി പറയാം, ഈ വണ്ടിയിൽ ഇപ്പോൾ കയറുന്നത് മുതൽ രാധിക പഴയ പൊട്ടിപ്പെണ്ണല്ല. ചങ്കൂറ്റത്തോടെ സംസാരിക്കും, പ്രവർത്തിക്കും. ആത്മാഭിമാനം ഒരിക്കലും ഒരു അഹങ്കാരമല്ല മോളെ. ഇതുവരെ നമ്മളെ പേടിപ്പിച്ചവരെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പേടിപ്പിക്കാൻ കഴിയണം. വാ, നീ വണ്ടിയിലോട്ട് കയറി, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ അങ്ങനെ വണ്ടിയിൽ കയറി പോവുകയാണ്. ഇപ്പോൾ സ്പീഡ് കൂടുതലാണോ എന്നിങ്ങനെ ആരതി ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഈ സമയം ആരതിയെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് ഗൗതമും അവൻ്റെ ഗുണ്ടകളും. അങ്ങനെ ഗൗതം പെട്ടെന്ന് കാണുന്നുണ്ട് ബൈക്കിൽ പോകുന്ന ആരതിയെയും രാധികയും. ആരതിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഗൗതം പറയുന്ന, വണ്ടി നിർത്ത്, തിരിക്ക്, അവരുടെ പുറകെ പോകും. അങ്ങനെ ആരതിയും രാധികയും കൂടെ പോകുന്ന ബൈക്കിൻ്റെ പുറകെ തന്നെ വരുവാണ് ഗൗതമും അവൻ്റെ ഗുണ്ടകളും കൂടെ. എന്നിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരതി ചോദിക്കുന്നു, ഇതാണോ മോളെ നെല്ലിമല? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നല്ല കയറ്റമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. എത്ര കടുത്തതായാലും നമ്മളത് ട്രൈ ചെയ്യും. അങ്ങനെ രാധികയും കൂട്ടിക്കൊണ്ട് ആരതി നെല്ലിമല കയറുവാണ്. രാധിക ഇവിടെ വരാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. ഉടനെ ആരതി പറയുക, ഈ വല്ലപ്പോഴും എന്ന് വെച്ചാൽ മരിക്കാൻ തോന്നുമ്പോൾ അല്ലേ? ഈ ആത്മധൈര്യം ഇല്ലാത്തവരുടെ അടുത്ത് കിടക്കുന്ന മല, കായൽ, കടൽ എല്ലാം പ്രശ്നമാണ്. ചാകാൻ തീരുമാനിച്ച് രാധികയുടെ വന്നിട്ടില്ലേ? ഉണ്ടെന്ന് രാധിക പറയുന്നുണ്ട്. എങ്ങനെയും മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കുന്നത്? അപ്പോഴുടനെ ആരതി പറയാം, അത് വലിയ പ്രത്യേക കഴിവൊന്നുമല്ല. എക്സ്പീരിയൻസ്. നമ്മുടെ കൺമുന്നിൽ കൂടെ കടന്നു പോകുന്ന ആളുകളുടെ നീക്കങ്ങളൊന്ന് ചുമ്മാ പഠിച്ചാൽ മതി. ആ സമയം വണ്ടിയിൽ വന്ന ഗൗതം കാണിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആരതിയുടെ ബൈക്ക്. അങ്ങനെ നെല്ലിമല കയറുന്ന ആരതിയും രാധികയും ഗൗതമും ഗുണ്ടകളും കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഗൗതം നല്ല സന്തോഷത്തോടെ പറയുക, കൃത്യമായ സ്ഥലത്ത് തന്നെയാണ് അവൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചാലേ ഇത് പുറം ലോകം അറിയുമ്പോഴേക്കും സമയം കുറച്ചെടുക്കും. ഇപ്പോൾ ഒരു ശത്രുവിനെ മാത്രമല്ല, 2 ശത്രുക്കളെ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ആരതിയും രാധികയും. ഈ മലകയറ്റം കഴിഞ്ഞതിന് ശേഷം ഇതുങ്ങൾ രണ്ടും ഇനി ജീവനോടെ ഇറങ്ങരുത്. ഇവളുമാരെന്നെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാവും എന്ന് കരുതിയിട്ട് മങ്കിക്കാപ്പെടുത്ത് ഗൗതം മുഖം മറയ്ക്കുവാണ്. അങ്ങനെ ഗൗതമും അവൻ്റെ ഗുണ്ടകളും ചേർന്ന് മല കയറി വരികയാണ്. ഗൗതമും ഗുണ്ടകളും ഒന്നും പുറകെ വരുന്നോന്നും അറിയാതെ വളരെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ആരതിയും രാധികയും കൂടെ പോവുകയാണ്. അങ്ങനെ നെല്ലിമലയുടെ മുകളിലോട്ട് വന്നിട്ട് ആരതി പറയുന്നു, കൊള്ളാമല്ലോ. ഉടനെ രാധിക പറയാം, ഇതേ പാവപ്പെട്ട കുട്ടികളൊക്കെ ടൂറ് വരുന്ന സ്ഥലമായത്. യാതൊരു ചിലവുമില്ലാതെ ഇവിടെ വന്നു നിന്നുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആരതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എത്ര മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ വന്നിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരെ സമ്മതിക്കണം. ഭൂമിയിലെ ഇത്ര മനോഹരമായ ഈ സ്ഥലത്ത് വന്നിട്ട് ചത്താലേ അതിൻ്റെ ശാപം വേറെ കിട്ടും. അപ്പോൾ രാധികയുടെ ഫോണിലോട്ട് വരുൺ വിളിക്കുന്നുണ്ട്. ആരതിയുടെ മുന്നിൽ വെച്ച് ഫോൺ എടുത്ത് വരുണിനോട് സംസാരിക്കാൻ രാധികയ്ക്കൊരു നാണം. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരതി പറയാം, ആരായാലും ഫോൺ എടുത്ത് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ആരതി അല്പം മാറി നിൽക്കുവാൻ. അപ്പോൾ രാധിക ഫോൺ എടുത്ത് വരുണിനോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവിടുന്ന് പോന്നതിന് ശേഷം മുത്തശ്ശി പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല എന്നിങ്ങനെ രാധിക പറയുമ്പോൾ വരുൺ ചോദിക്കുന്നത്, താനിപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ നെല്ലിമലയുടെ മുകളിലാണ്. അപ്പോൾ വരുൺ പറയാം, തനിക്കെന്നാ എന്നോടൊന്ന് പറയാൻ വയ്യായിരുന്നു? നമുക്ക് ഒരുമിച്ച് മല കയറാമായിരുന്നല്ലോ. അപ്പോൾ രാധിക പറയുക, എന്നോടൊപ്പം അഡ്വക്കേറ്റ് ആരതി വർമ്മയുണ്ട്. ആരതി വർമ്മയോ? അവരെന്തിനാ വന്നത്? അതെ, കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടി പുറത്തു വന്നതാണ്. അപ്പോൾ ഞാൻ നെല്ലിമലയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ മലയൊന്ന് കയറണമെന്ന് പറഞ്ഞു.
ആരതി വർമ്മ ഇപ്പം തൻ്റെ അടുത്തുണ്ടോ? ആ ഉണ്ട്, കുറച്ച് മാറി നിൽക്കുക. എനിക്ക് തൻ്റെ അടുത്തോട്ട് വന്നതിന് ശേഷം പിന്നെ തൻ്റെ അടുത്തോട്ട് തന്നെ വരണമെന്നങ്ങ് തോന്നിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. വരുൺ അങ്ങനെ പറയുന്നത് കേട്ട് രാധിക ഒരുമാതിരി നാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ആരതി കാണുന്നുണ്ട്. ആരതി കണ്ട് ചിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് രാധിക പറയാം, എന്നാലേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ എന്നിങ്ങനെ വരുണിനോട് പറയുവാണ്. അത് പറ്റില്ല, എനിക്കിപ്പോൾ തന്നോട് സംസാരിക്കണം. താൻ എൻ്റെ നെഞ്ചിനോട് ചേർന്ന് കിടന്നില്ലേ, അതെനിക്കൊരു വല്ലാത്ത അവസ്ഥയാണ്. അത് കേട്ട് രാധിക നാണത്തോടെ പറയാം, മതി മതി നിർത്ത്, അഡ്വക്കേറ്റ് പോയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. എടോ ഞാനൊന്നും പറയട്ടെ. ഉടനെ രാധിക പറയുക, ഞാൻ ഫോൺ കട്ട് ചെയ്യുവാണ്. അങ്ങനെ വരുൺ ആ ഫോണും നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. രാധിക ഒരുമാതിരി ചമ്മലോടെ ആരതിയെ നോക്കി പുഞ്ചിരിക്കുവാണ്. അപ്പോൾ ആരതി ചിരിച്ചോണ്ട് വന്ന് രാധികയുടെ തോളിൽ തട്ടിയിട്ട്, ആരാ വിളിച്ചതെന്ന് ചോദിച്ചാൽ രാധിക പറയും അമ്മയാണെന്ന്. അതല്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ വരുണാണെന്ന് പറയും. അങ്ങനെയല്ലേ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇത് കേട്ടിട്ട് രാധിക പറയും, ഇതെല്ലാം എങ്ങനെ അറിയാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ? എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. മുഖത്തുള്ള പരിഭ്രമവും വേവലാതിയൊക്കെ കണ്ടാലറിയാം അത് വരുണാണെന്ന്. അന്ന് ആ വിവാഹ ദിവസം എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം താൻ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഉടനെ രാധിക പറയാം, ആ ദിവസത്തിന് ഒരു ദിവസം മുമ്പ് ഞാൻ ചേച്ചിയെ കണ്ടിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ അതൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായേനെ. എന്ന് വെച്ചാൽ ഇനി താൻ പറയും എന്നല്ലേ? അതെ ചേച്ചി. ആരതി രാധികയോട് പറയുന്നത്, വാ നമുക്ക് അറ്റത്ത് പോയുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ അറ്റത്ത് പോയി നിന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുവാണ്. അപ്പോഴേക്കും ഗൗതമും അവൻ്റെ ഗുണ്ടകളും ആരതിയുടെയൊക്കെ കുറച്ച് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആരതിയെ ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആരതിയും രാധികയും ഇവരെയൊട്ട് കാണുന്നതുമില്ല. അങ്ങനെ ആ ഗുണ്ടകളെയൊക്കെ ആരതിയുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് ഗൗതം കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുവാണ്. അങ്ങനെ ആരതിയുടെയും രാധികയുടെയും അടുത്തോട്ട് ആ ഗുണ്ടകളിൽ ഒരാൾ വന്നിട്ട് എടി എന്ന് വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുവാണ്. ഭയത്തോടെ നിൽക്കുന്ന രാധികയെ കുറച്ച് പിന്നിലോട്ട് മാറ്റി നിർത്തിയിട്ട് രാധിക അവളുടെ കൂളിംഗ് ഗ്ലാസ് ഊരി രാധികയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ആ ഗുണ്ടകളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആരതി രാധികയോട് പറയുന്നു, രാധിക നീ അങ്ങോട്ട് കുറച്ച് മാറി നിന്നോ. അത് കേട്ട് രാധികയെ കുറച്ച് ടെൻഷനോടെ ദൂരോട്ട് മാറി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആരതി ആ ഗുണ്ടയുടെ നേരെ വരികയാണ്. ആരതിയെ അടിക്കാനായിട്ട് കൈഞ്ഞൂണ്ടി വന്ന അവൻ്റെ കൈ പിടിച്ചോടിച്ച് ആ ഗുണ്ടകളെ അടിച്ച് താഴത്തിടുകയാണ് നമ്മുടെ ആരതി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുവാണ് രാധിക. കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുന്ന ഗൗതമും അത് കണ്ടിങ്ങനെ ഞെട്ടി പറച്ച് നിൽക്കുന്നുണ്ട്. പോയി അടിക്കട എന്ന് മറ്റുള്ള ഗുണ്ട ഒരുത്തനോട് പറയുമ്പോൾ അവനെ പിടിച്ചടിച്ച് ഒതുക്കുവാണ് ആരതി. എടീന്നും പറഞ്ഞ് മറ്റൊരുത്തൻ ഇങ്ങോട്ട് വരുമ്പോൾ അവനെ അടിച്ച് താഴെയിട്ട് ആരതി. അങ്ങനെ അവനെ ചവിട്ടി വീഴ്ത്തി അവൻ്റെ കഴുത്തിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് ആരതി. ആരതി അടിച്ച് താഴെയിട്ട രണ്ട് ഗുണ്ടകളും എടീന്ന് വിളിച്ചുകൊണ്ട് വന്ന് ആരതിയുടെ കൈക്ക് കയറി പിടിക്കുവാണ്. ദേഷ്യത്തിൽ നമ്മുടെ ആരതി ജാൻസി റാണിയെ വെല്ലുന്ന രീതിക്കുള്ള അടിയും തൊഴിയും കൊടുത്ത് അവന്മാരെ താഴെ അടിച്ച് ആരതിയുടെ അടിയും തൊഴിയും കൊണ്ട് അവന്മാർക്ക് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുവാണ്. അവൻ്റെ ഗുണ്ടകളെല്ലാം താഴെ വീണ് കിടക്കുന്ന കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ ഇടിയിലും വിളിച്ചുകൊണ്ട് ഗൗതം ഓടി വരികയാണ് ആരതിയുടെ അടുത്തോട്ട്. ആരതി ഗൗതമനെയും വിട്ടില്ല, അവനെയും പിടിച്ച് ശരിക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ രാധിക സംശയത്തോടെ ഗൗതമനെ ഇങ്ങനെ ഉറ്റു നോക്കുന്നുണ്ട്. അങ്ങനെ ആരതി ഗൗതമനെ അടിച്ച് വീഴ്ത്തിയിട്ട് പിന്നിൽ കൂടെ അവൻ്റെ മങ്കിക്കാപ്പ് വലിച്ചു മാറ്റാൻ ശ്രമിക്കുവാണ്. അടികൊണ്ട് താഴെ കിടന്ന ഗുണ്ടകളൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുവാണ്. അടികൊണ്ട് അവസനായ ഗൗതമിൻ്റെ മങ്കിക്കാപ്പ് ഇങ്ങനെ വലിച്ചു വരാൻ നോക്കുമ്പോൾ ഗൗതം ആരതിയെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഗൗതമിൻ്റെ ആ മുഖം വ്യക്തമായിട്ട് കണ്ട രാധികയ്ക്ക് വിശ്വസിക്കാനാകാതെ അവളിങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഗൗതം. ആരതി എടാ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട് ഗൗതമിനെ. മുഖം മറച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ് ഗൗതം. എന്നിട്ട് ആരതി രാധികയുടെ അടുത്തോട്ട് വരുമ്പോൾ രാധിക ചോദിക്കുന്നു, കുഴപ്പം വല്ലതും ഉണ്ടോ? ഏയ് എന്തു കുഴപ്പം? എന്നെ രക്ഷിക്കാൻ വന്നിട്ട് ഇപ്പം മേഡത്തിന് അപകടമായി അല്ലേ? അപ്പോൾ ആരതി പറയാം, ഈ വന്നവർ നിന്നെ തേടിയല്ല എന്നെ തേടി വന്നവരാണ്. അപ്പോൾ രാധിക പറയുക, ആ മുഖം മൂടിയിട്ട ആളെ ഗൗതമ, വരുണിൻ്റെ ചെറിയച്ഛൻ്റെ മകൻ. അപ്പോൾ ആരതി പറയുക, അപ്പോൾ എന്നെ ഇല്ലായ്ക ചെയ്യേണ്ടത് ചെറിയച്ഛൻ്റെ ആവശ്യമാണ്. പാവം, അറിയാതെ ഓരോ തെളിവുകൾ അങ്ങനെ നമ്മുടെ മുന്നിലിട്ട് തന്നിട്ട് പോവുക. രാധിക ഭയത്തോട് പറയുക, ചേച്ചി സൂക്ഷിക്കണം, എന്നെ സംരക്ഷിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നിങ്ങനെ ആരതി പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇത് ആരോടും പറയണ്ട, പറഞ്ഞാൽ ഇതെല്ലാവരും പേടിക്കും. എൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞാലേ കേസ് അവസാനിപ്പിച്ചിട്ട് എന്നോട് മടങ്ങിക്കോളാൻ പറയും. രാധികയും വരുണും കുറ്റവിമുക്തരായി ജീവിതത്തിൽ ഞാൻ പ്രാപ്തിയായെന്ന് ഇനി ചേച്ചി മടങ്ങിക്കോ എന്ന് നീ പറയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ആത്മധൈര്യം പരിശോധിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ്. നമ്മുടെ ചങ്കൂറ്റം, നമ്മുടെ ധൈര്യം, ഇതൊക്കെ നമുക്ക് അളന്നെടുക്കാം. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എന്നിട്ട് നേരെ ഫിദ മേഡത്തിൻ്റെ അടുത്തോട്ട് പോകാം. അങ്ങനെ രാധികയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് ആരതി. ശ്യാമ പറയുക, സുകുമാരിയമ്മ ഇത്ര പ്രശ്നമാണെങ്കിൽ ആറ്റുവാശ്ശേരിയിൽ രാധിക ഇനി നിൽക്കുന്നത് സേഫ് അല്ല. അത് കേട്ട് അമൃത പറയുന്നുണ്ട്, ദേവനാരായണൻ തിരുമേനിയോട് പറഞ്ഞിട്ടേ രാധികയെ നമുക്ക് നമ്മളോടൊപ്പം നിർത്തുന്നതല്ലേ സേഫ്.
അത് കേട്ടിട്ട് ആരതി പറയാം, നിങ്ങളും ഇങ്ങനെ രാധികയെ പോലെ പേടിച്ചാൽ കാര്യങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്? ഇതൊരു പെണ്ണിന്റെ നേരെയുള്ള ആക്രമണമാണ്. പെണ്ണിന്റെ ചങ്കൂറ്റം കൊണ്ട് നേരിട്ട് തോൽപ്പിക്കേണ്ട കാര്യമാണ്. അതിന് രാധികയെ കൊണ്ട് കഴിയണം. ഇനി ആറ്റുവാശ്ശേരി നിൽക്കാൻ പേടിയുണ്ടെന്ന് രാധിക പറയട്ടെ, എന്നിട്ട് വേണമെങ്കിൽ മറ്റു മാർഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ രാധികയുടെ മനസ്സിൽ ആരതി ആ ഗുണ്ടകളെയൊക്കെ അടിച്ചു വീഴ്ത്തിയ രംഗമൊക്കെ അങ്ങോട്ട് ഓർമ്മ വരുവാണ്. എന്നിട്ട് രാധിക പറഞ്ഞു, ഞാൻ ആറ്റുവാശ്ശേരിയിൽ തന്നെ നിന്നോളാം. ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതെ നിന്നത് കടപ്പാടുകളെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പോഴതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴെനിക്കറിയാം ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് എനിക്കെതിരെ ആയുധം എടുക്കുന്നതെന്ന്. അത് ഞാൻ തടഞ്ഞിരിക്കും മാഡം. അത് കണ്ടിട്ട് ശ്യാമ പറയും, ഇപ്പോൾ എങ്ങനെയുണ്ട്? ശ്യാമ ചോദിക്കുന്നു, മോളെ നീ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുമ്മാതെ പറയുന്നൊന്നും അല്ലല്ലോ. അല്ല മാഡം, ചേച്ചിയുമായി കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് നല്ല ധൈര്യം കിട്ടി. പിന്നെ മുത്തശ്ശി ഏർപ്പാടാക്കുന്ന ആളുകളെ എന്നെ കൊല്ലാൻ വരുന്നതെങ്കിൽ വന്നോട്ടെ, എതിർത്ത് തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ആരതി തോളിൽ കൈവച്ചിട്ട് രാധികയോട് പറയുന്നത്, വെരി ഗുഡ്, ഈ സ്റ്റാൻഡാണ് നിന്റെ ജീവിതത്തിൽ ജയിപ്പിക്കാൻ പോകുന്നത്. ശ്യാമ പറയുന്നു, എങ്കിലും മോളെ നീ ഒന്ന് സൂക്ഷിക്കണം. പരമാവധി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അത് കേട്ടിട്ട് ആരതി പറയാം, ഈ കുഴപ്പമുണ്ടല്ലോ, ഈ സ്നേഹം പൊതിഞ്ഞ അമ്മമാര് പറയുന്ന ഈ കുഴപ്പം പിടിച്ച വാക്കുകൾ, അതാണ് പെൺകുട്ടികളുടെ ധൈര്യം ചോർത്തി കളയുന്നത്. രാധികയെ നീ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പൊയ്ക്കോ. നിന്റെ കൂടെ ഞാനുണ്ട്, ഈ ഫിദാ മേഡം ഉണ്ട്. നിന്റെ എന്ത് കാര്യത്തിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ആരതി അങ്ങനെ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് ശ്യാമയും അമൃതയും. പിന്നെ എല്ലാവരോടും പറയാനൊരു സർപ്രൈസ് ഉണ്ട്. ഇത് കേട്ട് ശ്യാമയും അമൃതയും ഇങ്ങനെ അവരെ തന്നെ നോക്കുവാണ്. അപ്പോൾ നാണത്തോടെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് രാധിക. അപ്പോൾ ഫ്രണ്ട്സ്, രാധികയുടെ കൂടെ നിൽക്കുന്നത് സ്വന്തം ചേച്ചിയാണെന്ന് രാധിക എപ്പോൾ തിരിച്ചറിയും? രാധിക ഗൗതമിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇനിയും ശത്രുത കൂടുമല്ലോ രാധികയോട്. നമ്മുടെ അഡ്വക്കേറ്റ് ആരതി എല്ലാം അടിച്ച് പൊളിച്ച് എല്ലാ തെളിവുകളും നിരത്തി ഗൗതമിനെയും അവൻ്റെ അച്ഛനെയും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കും. തക്ക ശിക്ഷയും മേടിച്ച് കൊടുത്തിരിക്കും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.